ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്കുള്ള റോഡ് യാത്രയുടെ വിശദമായ വിവരണം താഴെ നൽകുന്നു. യാത്രാദൂരം: ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്കുള്ള റോഡ് ഏകദേശം 230 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്രാസമയം ഏകദേശം 5 മണിക്കൂർ ആയിരിക്കും. ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാത, ഗതാഗതക്കുരുക്ക്, റോഡിന്റെ അവസ്ഥ എന്നിവയെ ആശ്രയിച്ചിരിക്കും. പ്രധാന യാത്രാപാതകൾ: ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്ക് എത്താൻ നിരവധി റോഡുകളുണ്ട്. പ്രധാനമായിട്ടുള്ളവ 109 വഴിയും 534 വഴിയുമാണ്. 34 കോട്ട്വാലി റോഡ് 734 എന്നിവിടങ്ങളിലൂടെ നവഡ് സെയ്ദ്പൂർ ജലാൽ വരെ പോവുക. തുടർന്ന് ഗുലാർഗോച്ചിയിലേക്ക് പോവുക. പിന്നീട് 734ലൂടെ മഹേഷ്പുരയിലേക്ക് തുടരുക. അവിടെ നിന്ന് നൈനിറ്റാൾ റോഡിലൂടെ മാളിത്താളിലെ 41ലേക്ക് പോയാൽ നൈനിറ്റാളിൽ എത്താം. മറ്റൊരു വഴി ഹരിദ്വാർ, കോട്ട്വാർ, രാംനഗർ, നൈനിറ്റാൾ എന്ന പാതയാണ്. ഹരിദ്വാറിൽ നിന്ന് ഹൽദ്വാനി വഴി നൈനിറ്റാളിലേക്ക് എത്താവുന്നതാണ്. ഹരിദ്വാറിൽ നിന്ന് റോർക്കി വഴി നൈനിറ്റാളിലേക്ക് എത്താവുന്നതാണ്. റോഡ് അവസ്ഥ: റോഡുകൾ പൊതുവെ നല്ലതാണ്. എങ്കിലും യാത്ര പുറപ്പെടുന്നതിനു മുൻപ് റോഡ് അറ്റകുറ്റപ്പണികൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്നിവ പരിശോധിക്കുന്നത് നല്ലതാണ്. വഴിയിൽ കാണേണ്ട കാഴ്ചകൾ: യാത്രയ്ക്കിടയിൽ താഴ്വരകൾ, വനങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഹരിദ്വാറിലെ ഹർക്കി പൗരി, മായ ദേവി ക്ഷേത്രം, മൻസ് ദേവി ക്ഷേത്രം, ചണ്ഡി ദേവി ക്ഷേത്രം, കോട്ട്വാറിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള വഴി വളഞ്ഞതാണ്, അതിനാൽ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക. മെയ്, ജൂൺ, ഒക്ടോബർ മാസങ്ങളിൽ തിരക്കുള്ള സമയങ്ങളിൽ മാൾ റോഡിൽ കനത്ത വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചും കാലാവസ്ഥാ മുന്നറിയിപ്പുകളെക്കുറിച്ചും അറിയാൻ ശ്രമിക്കുക. അതിരാവിലെ യാത്ര ആരംഭിക്കുന്നത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ യാത്രാവേളയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ കരുതുക. പ്രത്യേകിച്ചും തണുപ്പുള്ള മാസങ്ങളിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് അത്യാവശ്യമായ എല്ലാ രേഖകളും കൈവശം വയ്ക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ ഹരിദ്വാർ നൈനിറ്റാൾ യാത്രയ്ക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. ഹരിദ്വാർ ഗംഗാ നദിയുടെ തീരത്തായതിനാൽ പ്രസാദമായും ഭക്ഷണമായും ധാരാളം ലഘുഭക്ഷണങ്ങൾ ലഭ്യമാണ്. ഹരിദ്വാറിലെ പ്രധാന ഭക്ഷണശാലകളിൽ പരമ്പരാഗത ഇന്ത്യൻ വിഭവങ്ങൾ ലഭ്യമാണ്. യാത്രയ്ക്കിടയിൽ ചെറിയ ടൗണുകളിലും ഗ്രാമങ്ങളിലും നിങ്ങൾക്ക് പ്രാദേശിക ഭക്ഷണശാലകളിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ചായ, ലഘുഭക്ഷണങ്ങൾ, പ്രാദേശിക പലഹാരങ്ങൾ എന്നിവയും ലഭ്യമാണ്. നൈനിറ്റാളിൽ വിവിധതരം റെസ്റ്റോറന്റുകളും കഫേകളും ഉണ്ട്. നൈനിറ്റാളിലെ പ്രാദേശിക വിഭവമായ ബാല മിഠായിയും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഹരിദ്വാറിൽ നിരവധി ഹോട്ടലുകളും ആശ്രമങ്ങളും താമസസൗകര്യത്തിനായി ഉണ്ട്. ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലുകളിൽ താമസം തിരഞ്ഞെടുക്കുന്നത് നല്ല അനുഭവമായിരിക്കും. യാത്രയ്ക്കിടയിൽ ചെറിയ ടൗണുകളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകളും ലോഡ്ജുകളും ലഭ്യമാണ്. നൈനിറ്റാളിൽ നിരവധി ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവ ലഭ്യമാണ്. നൈനി തടാകത്തിന്റെ തീരത്തുള്ള ഹോട്ടലുകളിൽ താമസിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ നൽകുന്നു. ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്ക് ഏകദേശം 230 കിലോമീറ്റർ ദൂരമുണ്ട്. യാത്രയ്ക്ക് ഏകദേശം 6-7 മണിക്കൂർ എടുക്കും. സ്വകാര്യ വാഹനങ്ങളിലോ ബസ്സിലോ യാത്ര ചെയ്യാവുന്നതാണ്. ഹരിദ്വാർ, റൂർക്കി, റാംപൂർ വഴി നൈനിറ്റാളിലേക്ക് റോഡുകൾ ഉണ്ട്. രാവിലെയുള്ള യാത്ര ട്രാഫിക് ഒഴിവാക്കാനും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും അതിരാവിലെ ഹരിദ്വാറിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് നല്ലതാണ്. കോട്ട്വാർ, രാംനഗർ അല്ലെങ്കിൽ ഹൽദ്വാനി വഴിയുള്ള പാതകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ട് വഴികളിലൂടെയും മനോഹരമായ പ്രകൃതിദൃശ്യങ്ങളും തനതായ അനുഭവങ്ങളും ലഭിക്കും. ഉച്ചഭക്ഷണം: യാത്രയ്ക്കിടയിൽ ഏതെങ്കിലും പ്രാദേശിക ധാബയിലോ റെസ്റ്റോറന്റിലോ ഉച്ചഭക്ഷണം കഴിക്കാം. രാംനഗർ വഴിയാണ് പോകുന്നതെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സന്ദർശിക്കാനും വൈൽഡ് ലൈഫ് സഫാരി ആസ്വദിക്കാനും സാധിക്കും. നൈനിറ്റാളിനടുത്തെത്തുമ്പോൾ റോഡുകൾക്ക് വളവുകൾ കൂടുകയും മലകളുടെ അതിമനോഹരമായ കാഴ്ചകൾ തെളിയുകയും ചെയ്യും. നൈനിറ്റാളിൽ
നൈനിറ്റാളിൽ എത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. യാത്രാക്ഷീണം മാറ്റിയ ശേഷം മാൾ റോഡിലൂടെ നടന്ന് കഫേകളും റെസ്റ്റോറന്റുകളും നിറഞ്ഞ അന്തരീക്ഷം ആസ്വദിക്കാം. അത്താഴം മാൾ റോഡിലെ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ നിന്ന് അത്താഴം കഴിക്കാം. നൈനിറ്റാളിലെ പ്രാദേശിക വിഭവങ്ങൾ അൽപക്കെ ഗുഡ്കെ മസാലകൾ ചേർത്ത ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സ്നാക്ക്. ബാഡി പ്രാദേശികമായ ചൗലായ മാവ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിഭവം. ഭട്ടക്കി ചൂർ കനി കുമയൂണിലെ പ്രശസ്തമായ ഒരുതരം ദാൽ. ബാലമിഠായി കുമയൂണിലെ പ്രശസ്തമായ ഒരു മധുരപലഹാരം. സിംഗിൾ കുമയൂണിന്റെ തനതായ ദോശ ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു മധുരപലഹാരം. കുമാവോണി റായിത കുക്കുംബറും തൈരും കടുക് ചേർത്ത് ഉണ്ടാക്കുന്ന ഈ വിഭവം ഉത്തരാഖണ്ഡിലെ തനതായ ഒരു വിഭവമാണ്. ഈ വിവരങ്ങൾ ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്കുള്ള നിങ്ങളുടെ റോഡ് യാത്ര ആസൂത്രണം ചെയ്യാൻ സഹായകമാകുമെന്ന് കരുതുന്നു. ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്കുള്ള യാത്ര ഗംഗാനദിയുടെ തീരത്തെ സമതലങ്ങളിൽ നിന്ന് ഹിമാലയൻ മലനിരകളിലേക്കുള്ള മനോഹരമായ ഒരു കയറ്റമാണ്. യാത്രയുടെ ആദ്യ ഭാഗം ഹരിദ്വാറിൽ നിന്ന് കോട്ട്വാറിലേക്കാണ്. ഏകദേശം 58 കിലോമീറ്റർ ദൂരമുള്ള ഈ ഭാഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറോളം എടുക്കും. ഈ വഴി നല്ല നിരപ്പായതും സുഖകരവുമായ ഡ്രൈവിംഗിന് അനുയോജ്യവുമാണ്. തുടർന്ന് കോട്ട്വാറിൽ നിന്ന് രാംനഗറിലേക്ക് യാത്ര ചെയ്യാം. ഏകദേശം 82 കിലോമീറ്റർ ദൂരമുള്ള ഈ ഭാഗം താണ്ടാൻ 3 മണിക്കൂറോളം വേണം. രാംനഗർ ജിം കോർബറ്റ് നാഷണൽ പാർക്കിന് പേരുകേട്ടതാണ്. ഇവിടെ ഒരു ഇടവേള എടുക്കുന്നത് യാത്രയ്ക്ക് ഒരു വന്യജീവി സാഹസികാനുഭവം നൽകും. ഒടുവിൽ രാംനഗറിൽ നിന്ന് നൈനിറ്റാളിലേക്കുള്ള അവസാനഘട്ടം ഏകദേശം 90 കിലോമീറ്ററാണ്. ഇത് 2 മണിക്കൂറോളം എടുക്കും. ഈ ഭാഗം മലനിരകളിലേക്ക് കയറുമ്പോൾ റോഡ് വളഞ്ഞും പുളഞ്ഞുമിരിക്കും. ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ ഈ പാതയിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ ഹൽദ്വാനി വഴിയുള്ള മറ്റൊരു പാതയും നൈനിറ്റാളിലേക്ക് എത്താൻ ഉപയോഗിക്കാം. ഈ വഴി ഹരിദ്വാറിൽ നിന്ന് ഹൽദ്വാനി വരെ ഏകദേശം 160 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് 5 മണിക്കൂറോളം എടുക്കും. റോഡ് നല്ല നിലയിലായതിനാൽ സുഖകരമായ ഡ്രൈവിംഗ് സാധ്യമാകും. ഹൽദ്വാനിയിൽ നിന്ന് നൈനിറ്റാൾ 70 കിലോമീറ്റർ മാത്രം ദൂരമുണ്ട്. ഇവിടെ നിന്ന് മലനിരകളിലേക്കുള്ള കയറ്റം ആരംഭിക്കും. ഈ ഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളെ സ്വാഗതം ചെയ്യും. വഴിയിലുടനീളം ഉത്തരാഖണ്ഡിലെ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളും കുന്നിൻ പ്രദേശങ്ങളിലെ മനോഹരമായ ഗ്രാമങ്ങളും വനങ്ങളും ഈ യാത്രയെ കൂടുതൽ ആകർഷകമാക്കുന്നു. നൈനിറ്റാളിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കഠ്ഗോദാം ആണ്. ഇത് ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ്. അവിടെ നിന്ന് ടാക്സി അല്ലെങ്കിൽ ബസ് മാർഗം നൈനിറ്റാളിൽ എത്താം. യാത്രയ്ക്ക് സ്വന്തമായി വാഹനം ഓടിക്കുകയോ ടാക്സികൾ, ബസ്സുകൾ എന്നിവ തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. റോഡിന്റെ അവസ്ഥ പൊതുവെ നല്ലതാണ്. എന്നാൽ കാലാവസ്ഥാപരമായ മുന്നറിയിപ്പുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഹരിദ്വാറിൽ നിന്ന് നൈനിറ്റാളിലേക്കുള്ള റോഡ് യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലമാണ്, മാർച്ച് മുതൽ ജൂൺ വരെ. കാരണം ഈ സമയത്ത് കാലാവസ്ഥ സുഖകരമായിരിക്കും. വേനൽക്കാലത്ത് ഹരിദ്വാറിൽ നിന്നുള്ള യാത്രയ്ക്ക് ഏകദേശം 5 കുറയ്ക്കുക 6 മണിക്കൂർ എടുക്കും. ഈ യാത്രയിൽ നിങ്ങൾക്ക് കുന്നുകൾ, വനങ്ങൾ, ഗ്രാമങ്ങൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് കാലാവസ്ഥാ പ്രവചനം പരിശോധിക്കുകയും റോഡ് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. കൂടാതെ സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലും നൈനിറ്റാൾ സന്ദർശിക്കാൻ മികച്ച സമയമാണ്. ഈ മാസങ്ങളിൽ തെളിഞ്ഞ ആകാശവും മനോഹരമായ കാലാവസ്ഥയും ഹിമാലയത്തിന്റെ വ്യക്തമായ കാഴ്ചകളും ലഭിക്കും. ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ തണുപ്പുള്ള സമയമാണ്. ഈ സമയം മഞ്ഞുവീഴ്ച ആസ്വദിക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഈ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ റോഡുകൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രയ്ക്ക് മുൻപ് വാഹനത്തിന്റെ സ്ഥിതി, ബ്രേക്കുകൾ, ലൈറ്റുകൾ, ടയറുകൾ എന്നിവ പരിശോധിച്ച് നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കുക. കൂടാതെ മലയോര റോഡുകളിൽ വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനമോടിക്കണം.
നിങ്ങളുടെ യാത്രാ പദ്ധതിയെക്കുറിച്ചും ഏകദേശ തിരിച്ചുവരവ് തീയതിയെക്കുറിച്ചും വീട്ടിൽ അറിയിക്കുന്നത് സുരക്ഷയ്ക്ക് പ്രധാനമാണ്. A road trip from Haridwar to Nainital offers a scenic journey through the foothills of the Himalayas, taking approximately 4 to 5 hours by car or bus. The route covers a distance of about 232 kilometers and winds through diverse landscapes, transitioning from the plains of Haridwar to the hilly terrain of Nainital. Begin your journey in Haridwar, a city known for its religious significance and the ghats along the Ganges River. The initial part of the drive is relatively flat, as you leave Haridwar and head towards the foothills. As you progress, the landscape gradually transforms, with the roads starting to climb and offer glimpses of the Himalayan foothills. The roads become curvier and more challenging as you ascend into the hills. Expect winding roads and hairpin bends, typical of mountain driving. After navigating the hills, you arrive in Nainital, a popular hill station known for its picturesque lake and surrounding mountains. Points to consider: be prepared for potential traffic congestion, especially during peak tourist seasons. While the main highways are generally well maintained, some sections of the road in the hills may have minor imperfections. Nainital is situated at a higher altitude, so it's advisable to acclimatize gradually if coming from lower elevations. Consider stopping at viewpoints along the way to enjoy the scenery and take photographs. Depending on your preference, you might explore alternative routes that offer different scenic views. The road journey from Haridwar to Nainital is a scenic and comfortable one, typically covering a distance of approximately 230 to 242 kilometers and taking around 5 to 6 hours, depending on the route and traffic conditions.